ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൽ പുതിയൊരു വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കൾക്കും മക്കൾക്കൊക്കെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കും കൂടി ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൽ എക്സ്റേ സ്ക്രീനർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുള്ളത്. ഏകദേശം 7ഓളം ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 7 ഒഴിവിനുമുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ 28/2/2026 ആണ്. നമ്മളിത് കൊടുക്കേണ്ടത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള KPESRB എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറിയിട്ടാണ് നമ്മളിതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അവസാന തീയതി 28/2/2026 വരുന്നത്. മാസ സാലറി ലഭിക്കുക 35,000 രൂപയുടെ അടുത്ത് നമുക്ക് മാസം ശമ്പളം കിട്ടും. ഇതിനുള്ള ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്റേ സ്ക്രീനിങ്ങും അതുപോലെ ഫിസിക്കൽ ചെക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ വരുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ BCAS ട്രെയിനർ സർട്ടിഫിക്കറ്റ് വേണം. 1 മുതൽ 2 വർഷം വരെയുള്ള വാലിഡ് ആയിട്ടുള്ള BCASൻ്റെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതും അല്ലെങ്കിൽ BCASൻ്റെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നുള്ള ആൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 55 വയസ്സാണ്. അപ്പോൾ 55 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എക്സ്റേ സ്ക്രീനിങ്, ഫിസിക്കൽ ചെക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് അറിവ്, ഒരു സ്കിൽസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ SC/ST കാൻഡിഡേറ്റ്സിന് 150 രൂപയാണ് വരുന്നത്. അതൊഴികെ ബാക്കി എല്ലാവർക്കും 600 രൂപ നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്നും ഇതിലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട്